കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ക്നാനായ സമുദായത്തെ പറ്റിയുള്ള ഈ സംസാരങ്ങളൊക്കെ നിർത്തുകയാണ്. കാരണം ഇനിയിപ്പോൾ അവരെ പറ്റി ഒന്നും പറയുന്നില്ല. കാരണം ഒത്തിരി ആളുകൾക്ക് വേദനയുണ്ട് ഞാൻ പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞാൽ ക്നാനായക്കാരനൊന്നുമല്ല, പുറത്തിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഈ ക്നാനായ സമുദായത്തിലുള്ള ഒരാൾ എന്നെ വാൺ ചെയ്തു, ഇനി ഇത് ഞങ്ങളുടെ കാര്യം പറയണ്ട. അപ്പൊ ഞാൻ സമ്മതിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവ് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തില്ല. എനിക്ക് അതിശയോക്തി പറയുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് തുറന്നു വെച്ച് ഇങ്ങനെ കാണിക്കാം. ഇത് നോക്കി, ഇങ്ങനെ അങ്ങ് വരികയാണ്. ഇങ്ങനെ ഈ മെസ്സേജുകൾ വാട്സാപ്പ് കണ്ടമാനം മെസ്സേജാണ്. ഒരുപാടെണ്ണം ഞാനായ ഈ അന്ത്യോക്യൻ പാത്രിയർക്കീസിനെ അനുകൂലിക്കുന്ന ആളുകളുടെ മെസ്സേജ്. അതിന് സെവേറിയസ് മെത്രാച്ചന്റെ പക്ഷമല്ല, മറ്റേ പക്ഷത്തിലുള്ള സെവേറിയസ് മെത്രാച്ചന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അത് എണ്ണം കുറവാണ്. കുറെ ഒരു രാജനും പിന്നെ ഒരു ബെന്നിയും കുറെ ആളുകളുണ്ട്. ഒരു ലെസ് ദാൻ 10 താഴെ ആളുകൾ ആ പക്ഷത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാം നല്ല മെസ്സേജാണ്. ഞാനെല്ലാം പ്രോപ്പറായിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഈ മെസ്സേജുകൾ കൂടുതൽ മെസ്സേജും ഈ പാത്രിയർക്കീസ് ബാവയുടെ പക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അന്ത്യോക്യ വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ ചാരിത്രികമായ പരമ്പരാഗതമായ പൂർവികമായ വിശ്വാസത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കാലം ചെയ്ത ക്ലീമീസ് തിരുമേനിയോട് കൂറ് ഉള്ള, അല്ലെങ്കിൽ സഹായന്മാരുടെ പക്ഷത്ത് നിൽക്കുന്ന, എങ്ങനെ വേണേലും പറയാം. ഏതായാലും ആ വിഭാഗത്തിൽ നിന്ന് കുറേ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ. ഞാനൊരു കമന്റ് പറയാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു വളരെ 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 ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ഈ മെസ്സേജ് അയച്ച ആളുകൾ 76 വയസ്സുള്ള ഒരാൾ തൊട്ട് 17 വയസ്സുള്ള ഒരാൾ വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ കാര്യം ഈ രണ്ടുപേരും പ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 76 വയസ്സായി എന്ന് പറഞ്ഞാണ്. വേറെ ഒരു ആൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് പയ്യനാണ്. അവന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് 17 വയസ്സുള്ളതെന്ന് പുള്ളി തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കൂറാണ്, ആത്മാർത്ഥതയാണ്, വിശ്വസ്തതയാണ്, പ്രതിബദ്ധതയാണ്. ഇതെല്ലാം വായിച്ച് ഞാൻ കരഞ്ഞുപോയി. കരഞ്ഞുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവന്മാരെല്ലാം ഈ മെസ്സേജിന്റെ അവസാനം ഒരു കാര്യം യാതൊരു വീഴ്ചയും കൂടാതെ എഴുതിയിട്ടുണ്ട്: ഒരു കാരണവശാലും എന്റെ പേര് പുറത്തു പറയരുത്. ഒരു കാരണവശാലും. ഇന്നലെ ചിങ്ങവനത്തിൽ നിന്നൊരു പോരാളി എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് കുറേയേറെ രഹസ്യങ്ങൾ പറയാണ്ട് ചില ഫയലുകൾ ഞാൻ അയച്ചു തരാം, എൻ്റെ പേര് പാസ്റ്റർ പുറത്തു പറയുകയല്ലെന്ന്. ഞാൻ സാറിന് ആരുടെ പേരെങ്ങനെ പറയാൻ? ഞാൻ പറഞ്ഞു, താങ്കളുടെ ഒരു ഫയലും എനിക്ക് വേണ്ട. ഇത്ര ഭീരുത്വമുള്ള, അപ്പോ ഈ സഹായന്മാരുടെ പക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പാത്രിയർക്കീസ് ബാവയുടെ പക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സേവറിയസ് പക്ഷത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ ചരിത്രപരമായി കൂറ് കാണിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ആ പക്ഷത്ത് നിൽക്കുന്ന, ആ പക്ഷത്തിനൊരു പേരില്ല, അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല. അപ്പം ആ പക്ഷത്ത് നിൽക്കുന്ന ക്നാനായക്കാരുടെ ഒരു കാര്യം പറയും: നിന്റെയൊക്കെ പോരാട്ടമൊക്കെ നിർത്തി വേറെ പണിക്ക് പോകാമെങ്കിൽ ആരെങ്കിലും ഇത് നടത്തിക്കൂടും. ഇത്ര ഭീരുത്വം എന്തിനെയാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ആ 17 വയസ്സുള്ള പയ്യനെയൊക്കെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. എടാ കൊച്ചനെ, എന്റെ പൊന്നു മോനെ, നീ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത്? നിനക്ക് 17 വയസ്സല്ലേ ഉള്ളൂ. നീ ആരെയാ പേടിക്കുന്നത്? നീ എനിക്ക് ഇന്ന് മെസ്സേജ് അയക്കണം, എന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിന്റെ പേരൊക്കെ കാണിക്കാം. നീ ആരെയാ പേടിക്കുന്നത്? നിനക്ക് എന്നാ പേടി? നിനക്ക് എന്നതാ പേടി? നിനക്ക് പനിയാണോ? എന്നാ നിനക്ക് പ്രശ്നമാണ്? നീ ആരെയാ പേടിക്കുന്നു? നീ എന്തിനാ പേടിക്കുന്നു? ഈ 76 വയസ്സുള്ള അച്ചാന് എത്ര നാളോട് ജീവിച്ചിരിക്കുന്ന വിചാരം? എന്തിനാ പേടിക്കുന്നത്? ചാകുന്നതിന് മുമ്പ് ഒരു സത്യം പറയടോ, സത്യം പറയടോ ധൈര്യമായിട്ട്. എന്റെ ചെവിയിലോട്ട് പറയാൻ വരുന്നു. വേറൊരുത്തൻ എന്നെ ഫോൺ വിളിച്ചു, നിലമ്പൂരിന്ന്, വഴിക്കടോ അല്ല ചുങ്കത്തറയെന്ന്. ഇന്നലെ നല്ലത് ഞാൻ അവനെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നെ ഫോൺ വിളിച്ച് എന്റെ ചെവിയിലോട്ട് പറഞ്ഞിട്ട് എന്നെ വിശേഷം എനിക്കിതൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ കഥയും നിങ്ങളുടെ ചരിത്രവും നിന്റെയൊക്കെ കമ്മ്യൂണിറ്റി പറ, അവരെ ബോധവൽക്കരിക്കുക. പറ്റുമോ? അത് പേടിയാ, പെൺപ്രദോത്തെ പേടിയാ. ഭാര്യ റോയ് മെത്രാന്റെ കീഴെ ഇരിക്കുകയാണ്. ഇന്ത്യയൊക്കെ ഭാര്യമാരെയും പെങ്ങന്മാരെയും വെച്ച് റോയ് മെത്രാൻ കൗൺസിൽ കൂടുമ്പം വീട്ടിൽ പൊടി എന്ന് പറയാൻ നിനക്കൊന്നും ആണില്ലേ? അതാ കൈക്കല്ലേ. കൂടെ ഇവിടെ സിനിമ കാണണ്ട. മമ്മൂട്ടി പറയുന്നുണ്ട്, കാഞ്ഞിരപ്പള്ളിക്കാരൻ നസ്രാണിക്കറിയാം കെട്ടി പെണ്ണെ നിലയ്ക്ക് നിർത്തേണ്ടത് എങ്ങനെയാന്ന്. പക്ഷെ ക്നാനായക്കാർക്ക് അറിയത്തില്ല. നീയൊക്കെ പറഞ്ഞാൽ നിന്റെ ഭാര്യമാര് കേൾക്കുവോ? ഇത് മുറിച്ചെടുത്ത് കൊണ്ടുപോകും. നീ കൊണ്ടുപോകും. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുവോ?
വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങള് കേൾക്കോ? ഇല്ല. അവർ റോയ് മെത്രാന്റെ കൂടെ പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയിം ഓൺ യു ഗൈസ്, ഷെയിം ഓൺ യു. പള്ളിയോഗം പുരാതനമായിട്ട് ആണുങ്ങളാണ് ആലോചിക്കുന്നത്. മെത്രാന്മാർ ആലോചിക്കുന്നെങ്കിൽ ആണുങ്ങളെ വിളിച്ച് പള്ളിയോഗം കൂടി ആലോചിക്കും, കാര്യങ്ങൾ തീരുമാനിക്കും. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ മതി എന്ന് ഒന്നാന്തരം ജ്ഞാനായക്കാരനായ പൗലുസ്ലീഹ എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരാണ്, ഞങ്ങളുടെ കുഴപ്പമില്ല. പക്ഷെ പൗലുസ്ലീഹ എഴുതിയത് നിങ്ങളെ പറ്റിയാണ്. പക്ഷെ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളല്ലേ. പിന്നെ എങ്ങനെ ചൊവ്വാവും? എന്നിട്ട് നിങ്ങളുടെ വികാരവും നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ ഉത്സാഹവും നിങ്ങളുടെ ശുഷ്കാന്തി മുഴുവൻ ഷിബു പീഡിയക്കലിന്റെ വാട്സാപ്പിലോട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ്ട, എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ ഒരു കൂറും നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയും മേലാൽ സഹായപക്ഷത്തിൽ നിന്നുള്ള ഒരാളും ഒരു കോളിനും എന്നെ വിളിക്കണ്ട, എനിക്ക് കേൾക്കണ്ട. ചുമ്മാ എന്റെ വാട്സാപ്പ് ബ്ലോക്ക് ആക്കാം. എന്താ കാര്യത്തിന് നിങ്ങൾക്കൊന്നും ധൈര്യമില്ല. എല്ലാം പറഞ്ഞിട്ട് എന്റെ പേര് പുറത്തു പറയരുത്. നിനക്കെന്നാ പ്രശ്നം? നീ എന്നാ വ്യഭിചാരമോ കൂട്ടിക്കൊടുപ്പോ എന്തെങ്കിലുമാണോ നീ നടത്തുന്നത്? അല്ലല്ലോ. അയ്യോ, നൂറ്റാണ്ടുകളുടെ എന്ത് നൂറ്റാണ്ടുകളുടെ എന്ത് സത്യവിശ്വാസത്തെ? അന്ത്യോക്യ എന്ത് അന്ത്യോക്യ? പരിശുദ്ധ എന്ത് പരിശുദ്ധ? അപ്പൊ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ ഞാൻ നിൽക്കുന്ന നീ ചത്താനെ നിൽക്കണം, നീ പേര് പറയണം. ആഞ്ഞിലിമൂട്ടി എന്താ ആഞ്ഞിലിമൂട്ടി? ആഞ്ഞിലിമൂട്ടില് നീ ആഞ്ഞിലിമൂട്ടിലൊന്നും അന്ന് എനിക്ക് തോന്നുന്നില്ല. ആഞ്ഞിലിമൂട്ടിൽ ഒരുത്തന്നെ എന്നെ വിളിച്ച പാസ്റ്ററെ ഞാന് ആഞ്ഞിലി മൂട്ടില്, നീ വല്ല പേച്ചൂരയുടെ മൂട്ടിലായിരിക്കും ഞാൻ പറഞ്ഞതാ. എന്നെ ഫോൺ വിളിക്കുന്നവർക്ക് അറിയാം, നല്ല അല്ല. ഞാൻ പറഞ്ഞു ചേരുമരത്തിന്റെ ചോട്ടിലോ അല്ലായിരിക്കും. ചേരെന്ന് പറഞ്ഞ മരമുണ്ട്, അതിന്റെ കീഴെ നിന്ന് ചത്തുപോകും, ചൊറിഞ്ഞു പൊട്ടി ചത്തുപോകും. വല്ല പേച്ചൂരയുടെയോ ചേരിന്റെയോ മൂട്ടിൽ നോക്കടാ. വെറുതെ ആഞ്ഞിലി മൂട്ടിൽ ഇട്ടിത്തോമൻ കത്തനാരുടെ ഒക്കെ പേര് കളയാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങിക്കോളും. ഞങ്ങൾ ആ കുടുംബമാണ്, ഞങ്ങൾക്ക് ഈ കുടുംബമാണ്, ഞങ്ങള് മറ്റേതാണ് മറിച്ചതാണ്. ഒന്നുമില്ലടാ, നിനക്കൊന്നുമില്ല, നിന്നെ കൊണ്ടൊന്നും ആവത്തുമില്ല. പറഞ്ഞു മനസ്സിലായോ? സഹായപക്ഷത്താണ്. എനിക്ക് മെസ്സേജ് അയക്കുന്ന എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവന്മാരെല്ലാം കൂടെ, എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവന്മാർ മാത്രം ഒന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. എല്ലാം പേടിയാണ്. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മരണമാണ്, ആക്ട് ചെയ്താൽ റിസ്ക് ആണ്. ബട്ട് ടേക്കിംഗ് റിസ്ക്, ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ലീവ് യുവർ സെൽഫ് ഫോർ ഡെത്ത്. മരണത്തിന് വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. സോ എനിക്ക് മെസ്സേജ് ഇട്ട പൊന്ന് 17 വയസ്സുള്ള കൊച്ചു ചെറുക്കൻ തൊട്ട് 76 വയസ്സുള്ള അപ്പച്ചൻ വരെയുള്ള ഒരു ഡു സംതിങ്. ചുമ്മാ ഷിബു പീഡിയക്കലിന്റെ പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ട് ഒരു വിശേഷമില്ല. ആക്ട് സംതിങ്, സേ സംതിങ്, എഴുന്നേക്കുക, ഡു സംതിങ് അറ്റ് ദ ഡാർക്കസ്റ്റ് മോമെന്റ് ഓഫ് യുവർ കമ്മ്യൂണിറ്റി. ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ഡാർക്കസ്റ്റ് മോമെന്റ് ആണ് വന്നിരിക്കുന്നത്. This is the darkest moment. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യുക. May God bless you.